നയരൂപീകരണത്തിന്റെ ഭാഗമായി സർക്കാർ സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവിൽ വിവാദ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമാ നിർമ്മാണത്തിന് പട്ടികജാതി വിഭാഗത്തിനും സ്ത്രീകൾക്കും നൽകുന്ന ധനസഹായത്തിനെതിരെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പരാമർശം നടത്തിയത്. 1.5 കോടി രൂപയാണ് സിനിമയെടുക്കാൻ നൽകിയത്. 3 മാസത്തെ പരിശീലനം നൽകിയതിനു ശേഷം വേണം പണം നൽകാൻ. സൂപ്പർ സ്റ്റാറുകളെ വെച്ച് പടമെടുക്കുന്നതിനായിരിക്കരുത് സർക്കാർ പണം നൽകേണ്ടതെന്നും അടൂർ പറഞ്ഞു. സർക്കാർ പണം നൽകുന്നത് ആർക്കാണെന്ന് നോക്കേണ്ട കാര്യമില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. അടൂരിന്റെ പരാമർശത്തിനെതിരെ സദസ്സിലുണ്ടായിരുന്ന കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പൊയ്പാടത്ത് രംഗത്തെത്തി. ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല. കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. വളരെ നിർബന്ധമാണ്. സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടത്. ഒരിക്കലും ഗവൺമെൻറ് ചുമതലയല്ലത്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. എല്ലാ ബഹുമാനം എനിക്ക് സാറിനുണ്ട്. സാർ പറഞ്ഞ നല്ല സജഷനാണെങ്കിൽ സാറ് ഇപ്പൊ സിനിമ സാറ് പറഞ്ഞില്ല 50,000 രൂപ കൊടുക്കണം ആഗ്രഹത്തില്ല. 25,000 രൂപ കുറച്ചുകൂടി ഉയരമായി കൊടുക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നത്, ഇതൊന്നും ഈ 1.5 കോടി എന്ന് പറയുന്നത് എടുത്ത ആളുകൾ വെള്ളം കുടിച്ച് കിടക്കുക. കാരണം അത്ര പ്രയാസമാണ്. ഇപ്പോൾ എടുത്ത് പൈസ കൊടുക്കാൻ നമ്മുടെ കാര്യം ബുദ്ധിമുട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സിനിമയുടെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. 98 വർഷമായി ഈ വസ്തുതയാണ്. അത് ഈ ഗവൺമെന്റ് എടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണ്. 1.5 കോടി വെച്ച് 2 സിനിമ 4 സിനിമ ഇറക്കി പോകും. 2 സിനിമ കൊടുക്കാൻ പോവാ.